ശ്രീ ശങ്കുട്ടിദാസ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 കേന്ദ്രമന്ത്രിമാർ ഇവിടെ വന്ന് നൽകിയ പിന്തുണ, പരസ്യമായ പിന്തുണ പ്രഖ്യാപനം, കേരളം വികസനത്തിന്റെ കവാടമാകും എന്ന അടക്കമുള്ള പുകഴ്ത്തലുകൾ, ഇതൊക്കെ വലിയ സന്തോഷത്തോടു കൂടിയാണ് സംസ്ഥാനം അടക്കം സ്വീകരിച്ചത്. ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിന്റെ സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള, അതിന് മുൻപ് കൂടിയാണെങ്കിലും രാഷ്ട്രീയമായ യുദ്ധം, പ്രതിരോധം, പ്രതിഷേധം തുടങ്ങിയ സാഹചര്യത്തിൽ നിന്ന് അതിനപ്പുറത്തേക്ക് ഒരു മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ പിന്തുണ തുടരുമോ കേരളം ഇങ്ങനെ ഒരു വലിയ ഒരു ശ്രമം മുന്നോട്ട് വെക്കുന്ന സാഹചര്യത്തിൽ? നോക്കൂ, കേരളത്തിൻ്റെ നിക്ഷേപ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ എല്ലാ കാലത്തും എന്നതുപോലെ ഇനിയും നിർലോഭമായി തുടരുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യും. കേരളം നിക്ഷേപത്തിൽ വളരെ മുന്നോട്ട് വരണം, കേരളം എന്ന സംസ്ഥാനം കൂടുതൽ മെച്ചപ്പെടണം, അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം നന്നാവണം എന്നുള്ളതൊക്കെ തന്നെയാണല്ലോ കേന്ദ്ര സർക്കാരിൻ്റെ ആഗ്രഹം. ആ കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. പലപ്പോഴും പല ആളുകളും തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കിട്ടിയിട്ടുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പോൾ തുടർന്ന് കിട്ടാൻ പോകുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ്? 3 ലക്ഷം കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ് നിതിൻ ഗഡ്കരി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അതിൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് ഡെവലപ്മെന്റിന് വേണ്ടി മാത്രമായിട്ട് 50,000 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ നമ്മൾ നോക്കി കാണുന്നത്. പക്ഷെ അങ്ങനെ നോക്കി കാണുമ്പോൾ പോലും മുൻകാലങ്ങളിലെ അനുഭവങ്ങൾ എന്താണെന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി ഒന്ന് വിലയിരുത്തുക കൂടി വേണം. നമുക്ക് ശുഭാപ്തി വിശ്വാസം വെച്ച് മാത്രം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇത്തരം സമ്മിറ്റുകൾ നമ്മുടെ നാട്ടിൽ മുന്നേ നടത്തിയതിന് അനുഭവം എന്താണ്, അതിൻ്റെ പ്രോഗ്രസ് കാർഡിൽ നമ്മളിപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് യാഥാർത്ഥ്യബോധത്തോടു കൂടി പരിശോധിക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. നോക്കൂ, 2011 മുതൽ ഇതുവരെയായി നമ്മൾ 3 പ്രധാനപ്പെട്ട നിക്ഷേപ സമ്മിറ്റുകളും 4 കേരള ലോകസഭകളും നടത്തിയിട്ടുണ്ട്. 2013 ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്, 2012 എമർജിംഗ് കേരളയുണ്ട്, അതേപോലെ തന്നെ 2020 അസൻ കേരളയുണ്ട്. ഇതിനിടയിൽ 4 കേരള ലോകസഭകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം വലിയ പ്രോജക്റ്റുകൾ വരുന്നതായി നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഈ പ്രോജക്റ്റുകൾക്കെല്ലാം നിലവിൽ എന്താണ് സംഭവിച്ചുള്ളത്, ഇതൊക്കെ എവിടെ എത്തി നിൽക്കുന്നു എന്നൊരു പരിശോധന നമുക്ക് ആവശ്യമല്ലേ? അതായത് ജനുവരി 2020 സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം സംസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് അസൻ കേരള മീറ്റ് കഴിഞ്ഞപ്പോൾ. എന്നാൽ 2022 ഓഗസ്റ്റിൽ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിച്ചത് അതിലുള്ള 26 പ്രോജക്റ്റുകൾ, ഏതാണ്ട് 22,262 കോടി രൂപയുടെ പ്രോജക്റ്റുകൾ, 4-1 ഭാഗം പ്രോജക്റ്റുകളും ഒന്നല്ലെങ്കിൽ നിർത്തിവെക്കുകയോ അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഫോൾസ് ആയിട്ടുള്ളൊരു ക്ലെയിമാണ് ഇവിടെ ഇത്തരം നിക്ഷേപ പദ്ധതികളുടെ മറവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിലുള്ള കേരളത്തിൻ്റെ നിക്ഷേപ അന്തരീക്ഷം മെച്ചപ്പെടുകയാണോ അതോ മോശമാവുകയാണോ ചെയ്തത് നോക്കുമ്പോൾ നമ്മൾ 4-5 പാരാമീറ്റേഴ്സിനെ പ്രധാനമായിട്ട് ആശ്രയിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായത് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ വളരെ ഷാർപ്പായിട്ട് ഇടിയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കാണുന്ന കാര്യം. അതായത് ഇൻവെസ്റ്റർ കോൺഫിഡൻസ് കേരളത്തിന് ആർജിക്കാൻ സാധിച്ചിട്ടില്ല. 2018-നും 2023-നും ഇടയിൽ 23,231 കോടി രൂപയുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് മാത്രമേ കേരളത്തിൽ വന്നിട്ടുള്ളൂ. ഇത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും താഴെയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് പ്രോജക്ട്സ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഡീപ്പായിട്ടുള്ള സ്റ്റാഗ്നേഷൻ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും അവസാനം വേൾഡ് എക്കണോമിക് ഫോറം നടന്നപ്പോൾ ദാവോസിൽ വലിയ കൊട്ടിഘോഷിച്ച് നമ്മൾ അവിടെ പോയി പങ്കെടുത്തിരുന്നു. എന്നാൽ എന്താണ് നമുക്ക് അവിടെ നിന്ന് സമാഹരിക്കാൻ സാധിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്താൻ പോലും നമുക്ക് സാധിച്ചിട്ടില്ല എന്നിവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ പ്രോജക്ട്സ് അണ്ടർ ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത് 2018-19 കാലഘട്ടത്തിൽ പോലും 38,651 കോടി ഉണ്ടായിരുന്നു. ഇത് കോവിഡിന് മുൻപാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും 38,651 കോടി ഉണ്ടായിരുന്നെങ്കിൽ പിന്നീടുള്ള 5 വർഷങ്ങൾ കൊണ്ട് 2022-23 ആയപ്പോഴേക്കും കേവലം 3,000 കോടിയുടെ വർധനവ് മാത്രമേ 41,369 കോടിയിലേക്ക് എത്തിക്കാനേ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ടോട്ടൽ ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ പക്ഷേ ഇത്തവണ ഈ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സർക്കാരും നമ്മുടെ മന്ത്രിയും ഒക്കെ നമ്മളോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഇങ്ങോട്ട് വന്ന നിക്ഷേപകർക്ക് മുന്നിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ കാലാകാലങ്ങളിൽ അനുവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ചില കീഴ്വഴക്കങ്ങൾ, ചില ചട്ടക്കൂടുകൾ, നിയമങ്ങൾ, ഇതൊക്കെ അതിനപ്പുറത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ സ്വാധീനിക്കാനുള്ള, ഇൻവെസ്റ്റേഴ്സിനെ കൂടുതൽ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള, ഇപ്പൊ കഴിഞ്ഞ ബജറ്റിൽ സ്ഥലം പരിമിതി മൂലം ഇവിടെ നിക്ഷേപം ഉണ്ടാകാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു ഹോംവർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്. നോക്കൂ ശ്രീ മാധു, അങ്ങ് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അന്തരീക്ഷം വളരെ മോശമായിരുന്നു, ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഞാൻ പറയട്ടെ
ശരി ശരി, ഞാൻ പറയുന്നത് മുഴുവനാക്കാൻ അങ്ങ് അനുവദിക്കും. അങ്ങ് പറയുന്നത് ഞാൻ കേട്ടല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെയല്ല. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം വരെ പ്രഖ്യാപിച്ചത്, അല്ല നമ്മുടെ വ്യവസായ മന്ത്രിയായിട്ടുള്ള പി രാജീവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് എന്തോ റാങ്ക് ഒക്കെ നൽകി ആദരിച്ചിട്ടുണ്ടെന്നാ. ഈ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളിലും എല്ലാ പത്രങ്ങളിലും പി രാജീവിന്റെ ലേഖനം കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ജന്മഭൂമിയിൽ വരെ ആ ലേഖനം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ ഒന്നാമത്തെ റാങ്ക് കേരളത്തിന് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആ ലേഖനം തുടങ്ങുന്നത്. നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു നിക്ഷേപകൻ കേരളത്തിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി വരുമ്പോൾ അവർ നോക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് അവിടുത്തെ സർക്കാരിന്റെ വിശ്വാസ്യതയല്ലേ, ആ സർക്കാരിനെ നയിക്കുന്ന മന്ത്രിമാരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന കാര്യമല്ലേ. ഇവിടെ പച്ചയ്ക്ക് ഒരു മന്ത്രി ഇരുന്നിട്ട് ഒരു വ്യവസായ സമ്മിറ്റിന്റെ ആമുഖമായിരുന്നു നുണ പറയാണ്. ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു റാങ്കിങ്ങേ ഇന്ത്യയിലില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പേരിൽ ഏതെങ്കിലും സംസ്ഥാനത്തിന് ഒന്നാം റാങ്കോ രണ്ടാം റാങ്കോ കൊടുക്കുന്ന ഒരു പ്രവണത എത്രയോ കാലമായിട്ട് നിർത്തലാക്കിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പലതരത്തിലുള്ള ടോപ്പ് അച്ചീവേഴ്സ് ആസ്പിറൻസ് എന്നുള്ള രീതിയിൽ പട്ടികകൾ തിരിക്കാറുണ്ട്. അങ്ങനെയുള്ള ടോപ്പ് അച്ചീവേഴ്സ് ലിസ്റ്റിൽ 10 സംസ്ഥാനങ്ങൾ വന്നതിൽ ഒരു സംസ്ഥാനമാണ് കേരളം. അല്ലാണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമത്തെ റാങ്കിൽ കേരളം വന്നിട്ടേ ഇല്ല. ഇങ്ങനൊരു നിക്ഷേപക സംഗമത്തിന് മുന്നോടിയായിട്ട് നിക്ഷേപകരെ വിളിച്ചു വരുത്തുമ്പോൾ സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രി പച്ചയ്ക്ക് നുണ പറയുന്നു എന്ന് പറയുന്നത് ആ സംസ്ഥാനത്തിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രതിച്ഛായ എന്താണ്? രണ്ടാമത്തെ കാര്യം, കേരളം ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ഡാറ്റ മാനിപ്പുലേഷൻ. നിങ്ങൾക്കറിയാം, കേരളത്തിന്റെ ഒരു അഭിമാന പദ്ധതിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കാര്യമായിരുന്നു. ഇല്ല, ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ കേട്ടല്ലോ. ഒരു അഭിമാന പദ്ധതിയായിരുന്നു 1 lakh ഇൻവെസ്റ്റേഴ്സ് ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത്. 1 ലക്ഷം പുതിയ സംരംഭകരെ ഞങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു എന്ന് സർക്കാരിന്റെ അഭിമാന നേട്ടമായിട്ട് പറഞ്ഞു. എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? മനോരമ ന്യൂസ് നടത്തിയിട്ടുള്ള പഠനം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതായത് 2 ലക്ഷം ജോലികൾ സൃഷ്ടിക്കുന്നു എന്ന പേരിൽ ഡാറ്റ മാനിപ്പുലേഷനാണ് നടത്തിയത്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങൾ, 50 വർഷം പഴക്കമുള്ള ഹോമിയോപ്പതി ക്ലിനിക്ക്, 15 വർഷം പഴക്കമുള്ള ഹോട്ടൽ, ഇതെല്ലാം പുതിയ സംരംഭങ്ങളായിട്ട് എൻലിസ്റ്റ് ചെയ്യാണ് ചെയ്തത്. പുതിയ സംരംഭകരെ എൻലിസ്റ്റ് ചെയ്യാൻ വേണ്ടി 1153 തൊഴിലാളികളെ സർക്കാർ ഇന്റേൺ ആയിട്ട് ശമ്പളം കൊടുത്ത് അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് 1.5 ലക്ഷം പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ചേർക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ടാർജറ്റ് കൊടുത്തു. ഓരോരുത്തർക്കും 150 പുതിയ ബിസിനസ് സ്ഥാപനങ്ങളെങ്കിലും ചേർക്കണമെന്ന് ടാർജറ്റ് കൊടുത്തു. ഇങ്ങനെ കൂലിക്ക് ആളെ വെച്ചിട്ട് വ്യാജമായിട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെല്ലാം ആരോപണങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു വലിയ ചുവടുവെപ്പ് കേരളം നടത്തുമ്പോൾ അതിനെ ക്രിട്ടിക്കലായി കാണുകയാണ്, അല്ലെങ്കിൽ അതിനോട് കൈ ചേർക്കുന്നതിനോടൊപ്പം തന്നെ വിമർശനവും ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷം.